ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ബെഡ്റൂമിൽ ബെഡിലേക്കാണ്ട് കൂടി ഇരുന്നിട്ട് ഒരു അക്യുപഞ്ചറിസ്റ്റിന്റെ സഹായത്തോടെ ഞങ്ങളുടെ വീട്ടിൽ പ്രസവിച്ചു. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പ്രസവിച്ചു, വീട്ടിലും പ്രസവിച്ചു. ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് തടയുന്നുണ്ട്. അവിടെ ഇപ്പോൾ വേദന മരുന്ന് വെച്ചിട്ട് വേദന എത്തിക്കുന്നുണ്ട്, പുഷ് നിർബന്ധം പുഷ് ചെയ്യിപ്പിക്കുന്നുണ്ട്, പിന്നെ അവിടെ സ്റ്റിച്ച് വേണ്ടി വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ വീട്ടിൽ ഞാൻ പ്രസവിച്ചപ്പോൾ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പുഷ് ചെയ്ത് വന്നിട്ടേ ഇല്ല, പുഷ് ചെയ്തിട്ടില്ല. അവസാന ലാസ്റ്റ് സമയത്ത് കുട്ടി പുറത്തേക്ക് വരുന്ന ഒരു ചെറിയ വേദന, അത് മാത്രമാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതാണ് തന്നെയാണ് ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന ഒരു സ്ത്രീ രണ്ടാമത് പ്രസവിക്കാൻ ഉറപ്പായിട്ടും പേടിക്കും. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ അതേപോലെ തന്നെ സുരേന്ദ്രനെ പോലുള്ള ആളുകളൊക്കെ ഒരു കമ്മ്യൂണിറ്റിയെ ചേർത്തും ഒരു സ്ഥലത്തെ കുറിച്ചിട്ടുമൊക്കെ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അതൊന്നും അടിസ്ഥാനമില്ലാത്ത പരാമർശങ്ങളാണെന്നുണ്ടെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ കൃത്യമായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സിനാരിയോ ആണ് ഈ അക്കൂസ് പഞ്ചറിന്റെ സിനാരിയോ. ഇത് കൂടുതലായിട്ടും യാഥാസ്ഥിക മുസ്ലിങ്ങൾക്കിടയിൽ എങ്ങനെയൊക്കെ കാര്യമായിട്ട് പ്രചാരം നേടുന്നുണ്ട്, അവരിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വീട്ടിൽ പ്രസവിക്കുന്ന ആളുകൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ, ട്രോഫി, കുട്ടിയല്ലാത്ത വേറെ ട്രോഫിയൊക്കെ പുറത്തുനിന്ന് കൊടുക്കുന്ന പരിപാടികളും കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇത് എന്തിനാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പച്ചയായിട്ട് ഈ വിഭാഗത്തിലുള്ള ആളുകൾ തന്നെ തുറന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടെങ്കിലും കുറച്ച് ആളുകൾ ഇതുപോലെയുള്ള ആളെക്കൊല്ലി പരിപാടികളെ സപ്പോർട്ട് ചെയ്യാതെ മാറി നിൽക്കും.